കലക്കൻ പുഴയ്ക്ക് കുറുകെ ഒരു നല്ല പാലം എന്നുള്ളത് മലപ്പുറത്തെ വഴിക്കടവ എടക്കര പഞ്ചായത്തിലെ ജനങ്ങളുടെ സ്വപ്നമാണ്. നിലവിലെ പാലമാകട്ടെ ഏത് നിമിഷവും തകർന്നു വീഴാൻ പാകത്തിലുള്ള നിൽപ്പും. വർഷങ്ങളായുള്ള അവഗണനയുടെ കഥയാണ് ഇരു കരക്കാർക്കും പറയാനുള്ളത്. ഇല്ലിക്കാട് കലക്കൻ പുഴയ്ക്ക് കുറുകെ ഒരു പാലം വേണം. നിലവിലുള്ളത് ഏത് നിമിഷവും തകർന്നു വീഴും. ഇവിടത്തെ ഓരോ മനുഷ്യനും പറഞ്ഞു തുടങ്ങുന്നത് അവഗണനയുടെ കഥയിലാണ്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച കഥകൾ. അധികാരികളുടെ അരനൂറ്റാണ്ട് കാലത്തെ ഒരു അവഗണനയുടെ നേർക്കാഴ്ചയാണ് ഈ പാലം. ഞങ്ങൾക്കിവിടെ ഒരു 350ഓളം വീട്ടുകാരുണ്ട്. ഞങ്ങൾ നിരന്തരമായിട്ട് നിവേദനങ്ങളും സമരങ്ങളും ഒക്കെ നടത്തി പാലം എന്നൊരു ആവശ്യമായിട്ട് അധികാരികളുടെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പൂർവികന്മാർ മുതൽ ഈ പാലത്തിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ഞങ്ങൾ അധികാരികളെ സമീപിച്ചുകൊണ്ട്, പക്ഷേ ഇതേവരെ അധികാരികളുടെ ഭാഗത്തുനിന്നും അനുഭാവപൂർവ്വമായിട്ടുള്ളൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ഞങ്ങൾക്കിവിടെ ഒരു പാലം വന്നാൽ എടക്കര ടൗണുമായി ബന്ധപ്പെടണമെങ്കിൽ 5 മിനിറ്റ് മതി. ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ സംഭവം, ഈ താൽക്കാലിക തടയണ ഇല്ലെങ്കിൽ ഒരു 5 കിലോമീറ്ററിലധികം ചുറ്റി രോഗികളടക്കം വയസ്സായ ആളുകളടക്കം എല്ലാവരും ചുറ്റി വളഞ്ഞാണ് എടക്കര അങ്ങാടിയിൽ എത്തേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അടിയന്തരമായിട്ട് ഇത് രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ഒരു പാലം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അധികാരികളും ശ്രമിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. മഴക്കാലം എത്തിയാൽ പിന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. കലിതുള്ളിയെത്തുന്ന കലക്കൻ പുഴയെ മറികടക്കാനുള്ള വഴിയില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ നടപ്പാലം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അടുത്ത വർഷമെങ്കിലും ഇത് നല്ലൊരു പാലം യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്ക് അധികാരികളുടെ ഭാഗത്തുനിന്ന് തീരുമാനങ്ങൾ ഉണ്ടാവണമെന്നാണ് നാട്ടുകാർക്ക് വേണ്ടി ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുണ്ട്. പലപ്പോഴും രോഗികളെ പാതി തകർന്ന പാലത്തിലൂടെ ചുമന്നു കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. പാലത്തിനായി നിലമ്പൂർ MLA PV അൻവറിൻ്റെ ഓഫീസിനു മുമ്പിൽ പട്ടിണി സമരം നടത്തിയിട്ടും നടപടി മാത്രം ഉണ്ടായില്ല. ദുരിതത്തിന് ഒരു ശമനമെന്നോണം താൽക്കാലിക തടയണ നിർമ്മിച്ചിരിക്കുകയാണ് നാട്ടുകാർ. മഴയൊന്ന് തകർത്ത് പെയ്താൽ അതും തകരും. ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വതമായൊരു പരിഹാരം എന്നുണ്ടാകുമെന്ന ചോദ്യമാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. ജനം, മലപ്പുറം.